ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. US ഞങ്ങൾ 2018 വന്നത്. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ നെക്സ്റ്റ് മന്ത് വന്നതാണ്. ഈ 6 ഇയേഴ്സിൽ ഞങ്ങൾ ഒരുപാട് ട്രാവൽ ചെയ്തു, ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ടായി. ഞങ്ങളുടെ ഫസ്റ്റ് വീട്, ബേബി, അങ്ങനെ ഒരുപാട് സ്പെഷ്യൽ മൊമെൻറ്റ്സ് നടന്ന സ്ഥലമാണ്. ഡെഫിനറ്റ്ലി കുറച്ച് സാഡാണ്, ബട്ട് അറ്റ് ദ സെയിം ടൈം പുതിയൊരു കൺട്രി എക്സ്പീരിയൻസ് ചെയ്യാനുള്ള എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളുടെ ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് ഇൻ US മൂവിങ് വിശേഷങ്ങളും പിന്നെ ബേബിയുടെ ഫസ്റ്റ് ഫ്ലൈറ്റൊക്കെയാണ്. ദിസ് ഇസ് ശ്രീലക്ഷ്മി മടത്തൽ. യു ക്യാൻ കോൾ മീ ശ്രീ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ മൂവ് ചെയ്യണതിൻ്റെ 1 മാസം മുന്നേ മുതൽ ഫുള്ള് ഡീക്ലട്ടറിങ് പരിപാടിയായിരുന്നു കേട്ടോ. ഒരു ഇൻഡിപെൻഡൻറ്റ് ഹൗസ് എന്ന് ചെറിയൊരു അപ്പാർട്ട്മെൻറ്റിലേക്കാണ് മാറുന്നത്. സോ ഞങ്ങൾക്ക് സ്റ്റോറേജ് ഒരു ചാലഞ്ചാണ്. അപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ആയ സാധനങ്ങൾ മാത്രമേ ഷിപ്പ് ചെയ്യുന്നുള്ളൂ. എപ്പോഴൊക്കെ ടൈം കിട്ടണോ അപ്പോഴൊക്കെ ഡീക്ലട്ടറിങ് ആയിരുന്നു. ഇത് ചെയ്യുമ്പോഴാണ് മനസ്സിലായി എത്ര ജങ്കാണ് ഞങ്ങൾ സേവ് ചെയ്യേണ്ടായിരുന്നതെന്ന്. എസ്പെഷ്യലി ക്ലോത്ത്സ്. ഞാൻ തടി കുറഞ്ഞ ഇടാൻ വേണ്ടി വെച്ച ഒരുപാട് ക്ലോത്ത്സ് ഉണ്ട്. തടി കുറയ്ക്കാനുള്ള പണിയൊന്നും ചെയ്യണില്ല, വെറുതെ ഡേ ഡ്രീമിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഞാൻ ക്ലീനിങ്ങിന് വരുന്ന ചേച്ചിമാർക്ക് കൊടുത്തു. ദേ വർ റിയലി ഹാപ്പി. ഒരുപാട് നല്ല ക്ലോത്ത്സ് ഉണ്ടായിരുന്നു, ഞാൻ ഒട്ടും യൂസ് ചെയ്യാത്തത്. പിന്നെ അതേപോലെ ജാക്കറ്റ്സ്. ശരിക്കും പറഞ്ഞാൽ 2 ജാക്കറ്റ്സ് ആവശ്യമുള്ളൂ പെർ പേഴ്സൺ. ഒന്നൊരു ലൈറ്റ് വൺ ആൻഡ് എ ഹെവി വൺ. ഇതിപ്പോൾ 2018 തൊട്ട് വാങ്ങിയ എല്ലാ ജാക്കറ്റ്സും ഇവിടെ തൂങ്ങുണ്ടായിരുന്നു. അപ്പോൾ അതും കുറേ ഒഴിവാക്കി. ബാത്റൂം ആൻഡ് കിച്ചൺ മോസ്റ്റ്ലി കളയാനുള്ള സാധനങ്ങളാണ്. ഓപ്പൺ ചെയ്യാത്ത എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നത് അവർക്ക് കൊടുത്തു. ഷിപ്പിംഗ് കമ്പനി പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ട്രിക്ട്ലി നോ ലിക്വിഡ്സ് ഓർ ഫുഡ്സ് എന്ന്. ഞങ്ങൾ പോണതിൻ്റെ 1 വീക്ക് മുന്നെയാണ് ഷിപ്പിംഗ് ചെയ്തത്. സോ 1 വീക്കിന് വേണ്ടിയിട്ടുള്ള ക്ലോത്ത്സും കുറച്ച് കിച്ചൺ സാധനങ്ങൾ മാത്രം ബാക്കി വെച്ചിട്ട് ബാക്കിയെല്ലാം കൊടുത്തു വിട്ടു. ഞങ്ങൾ ഗറാജ് ഫുൾ ഇങ്ങനത്തെ പ്ലാസ്റ്റിക് ഡബ്ബയിലാക്കി വെച്ചുകൊണ്ട് അവർക്ക് എടുത്തിട്ട് പോകാൻ ഈസി ആയിരുന്നു. അപ്പോൾ ഷിപ്പിംഗ് കമ്പനിയുടെ ട്രക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ വീട് അവർക്ക് ഫുള്ള് വിട്ടുകൊടുത്ത് അവരെല്ലാം എടുത്തിട്ട് പൊക്കോളും. എടുക്കേണ്ടാത്ത സ്ഥലം ഞങ്ങളിങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ ഒരാൾ ബെഡ് വന്ന് പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് മാട്രസ് വി നീഡ് ദാറ്റ് ഫോർ ബേബി. വി തോട്ട് വിൽ ഡിസ്പോസ് ഇറ്റ് ആഫ്റ്റർ. ഓൾസോ കാറും കൂടി ഷിപ്പ് ചെയ്യാണ്. വി ടുക്ക് എ റെൻ്റൽ കാർ ഫോർ ദിസ് വീക്ക്. ഞങ്ങളൊരു വാക്കിന് പോയി വന്നപ്പോഴേക്കും അവരുടെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. ദേ വാസ് സോ ക്വിക്ക്. പിന്നെ വീടെല്ലാം ഒന്ന് ബേസിക് ക്ലീൻ ചെയ്തു. കുട്ടി കളിക്കാനുള്ളതൊക്കെ അല്ലേ, നല്ല പൊടി ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഡേ ഞങ്ങൾ ക്ലീനിങ് ഏൽപ്പിച്ചിട്ടുണ്ട്. അവരൊന്ന് ക്ലീനിങ് ഒക്കെ ചെയ്തിട്ട് കീ ഞങ്ങളുടെ റിയൽറ്ററുടെ കയ്യിൽ കൊടുക്കും. ദാറ്റ്സ് ദ പ്ലാൻ. നെക്സ്റ്റ് ഫ്യൂ ഡേയ്സ് ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് എന്നും ലൈബ്രറി പോവും. അവിടെ രാവിലെ ബേബി സ്റ്റോറി ടൈം ഉണ്ട്. ഒരു 2 മണിക്കൂർ അവൻ എൻഗേജ് ആവാനുള്ള കാര്യങ്ങളുണ്ട് അവിടെ. അറ്റ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി ടൈം അവർ ടോയ്സും കൂടി കൊടുക്കും. പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് മീറ്റായി, അവരോട് ബായൊക്കെ പറഞ്ഞു. പിന്നെ പോകാനുള്ള ലഗേജസൊക്കെ പാക്ക് ചെയ്തു. അപ്പോൾ കുറച്ച് വെയിറ്റ് കൂടുതലുണ്ടായിരുന്നു, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. പോണ ദിവസം മോർണിംഗ് തന്നെ സ്റ്റാർബക്സ് പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പോകാൻ റെഡിയായി. ഈ കാർ എയർപോർട്ടിൽ ഡ്രോപ്പ് ഓഫ് ചെയ്താൽ മതി. സോ ഞങ്ങൾ അതിൽ തന്നെയാണ് എയർപോർട്ടിൽ പോയത്. വിത്ത് ദ ലഗേജസ് ആൻഡ് ബേബി ഇറ്റ് വാസൻറ്റ് എ സ്മൂത്ത് റൈഡ്. ഫസ്റ്റ് ടിപ്പ്, ട്രൈ ടു മിനിമൈസ് യുവർ ലഗേജ് ഇഫ് യു ആർ ട്രാവലിംഗ് വിത്ത് എ ബേബി. ഇറ്റ്സ് എക്സ്ഹോസ്റ്റിംഗ്. റെൻ്റൽ ഡ്രോപ്പ് ഓഫ് ചെയ്തിട്ട് കയറുകയാണെങ്കിൽ ഫ്ലൈറ്റ് ട്രെയിൻ കയറിയിട്ട് പോകണം. ഊബറാണ് ആക്ച്വലി ഈസി. ഡിപ്പാർച്ചറിൽ കൊണ്ടുപോയി ഇറക്കിയ ഡയറക്റ്റ്ലി ചെക്ക് ഇൻ ചെയ്ത് ഉള്ളിലേക്ക് കയറാം. ഇത് സാൻ ഫ്രാൻസിസ്കോ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. ലഗേജ് വലിയ സീനായിരുന്നു കേട്ടോ. കുറേ ടൈം അവിടെ പോയി. പിന്നെ ഒരു ക്വിക്ക് ഡയപ്പർ ചേഞ്ച് കൂടി കഴിഞ്ഞപ്പോഴേക്കും ഫൈനൽ കോൾ വരാൻ തുടങ്ങി. ഞങ്ങൾ ഓടി ആൻഡ് വി വർ ദ ലാസ്റ്റ് വൺസ് ടു ഗെറ്റ് ഇൻ. കുട്ടിയുള്ളതുകൊണ്ട് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഫസ്റ്റ് കയറാൻ പറ്റുന്ന, ബട്ട് ഞങ്ങൾ അത് മിസ്സാക്കി. ഇപ്പം മനസ്സിലായി കാണുമല്ലോ എങ്ങോട്ടാണ് പോകണമെന്ന്. യെസ്, വി ആർ മൂവിങ് ടു കാനഡ. ഈവൻ ഫസ്റ്റ് 1 hour കുറച്ച് കഷ്ടപ്പെടുത്തിയിട്ടോ. കൊണ്ടുവന്ന ടോയ്സും സ്നാക്സും ഒക്കെ ട്രൈ ചെയ്തു. ഒരു രക്ഷയില്ല. ഇത് ആക്ച്വലി അവൻ്റെ പ്ലേ ടൈമാണ്. ഇറ്റ്സ് ഓൾവേസ് ബെസ്റ്റ് ടു ചൂസ് ഓവർനൈറ്റ് ഓർ ഏർലി മോർണിംഗ് ഫ്ലൈറ്റ്സ് വിത്ത് കിഡ്സ്. ബട്ട് 2 hours 1 മണിക്കൂർ അവൻ നന്നായി ഉറങ്ങി. ഞങ്ങൾ ഫസ്റ്റ് കാറിൽ ഡയറക്റ്റ്ലി പോകണമെന്നാണ് കരുതിയത്. പക്ഷേ കുട്ടിയൊക്കെ ആയിട്ട് അത് പ്രാക്ടിക്കൽ അല്ലാന്ന് മനസ്സിലായി. 14 മണിക്കൂറാണ് ഇവിടുന്ന് ഡ്രൈവ്. ഞങ്ങൾ 2 പേരും മാത്രം ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ പോകുള്ളൂ കേട്ടോ. വി ആർ ഗോയിങ് ടു എ സിറ്റി കോൾഡ് വാൻകൂവർ. വി ഹാഡ് 2 ഓപ്ഷൻസ്, ടൊറോണ്ടോ ഓർ വാൻകൂവർ. വി ചോസ് വാൻകൂവർ ബിക്കോസ് ഓഫ് ദ വെദർ. വിൻ്റർ കുറച്ച് ഭേദമാണെന്ന് കേട്ട് അങ്ങനെ എയർപോർട്ട് എത്തി ലഗേജ് കളക്ട് ചെയ്തു. ഒരു ടെമ്പററി സിം എടുത്തു. പിന്നെ കാനഡയുടെ സ്വന്തം ടിം ഹോട്ടൻസിൽ ഒരു കോഫി കുടിച്ചു. പിന്നെ റെൻ്റൽ കാർ എടുക്കാൻ പോയി ആൻഡ് ദെൻ സ്ട്രേറ്റ് ടു ദി അപ്പാർട്ട്മെൻറ്റ്. ഇവിടെ 1 month ടെമ്പററി സ്റ്റേ ആണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വ്യൂ ഫ്രം ദ ബാൽക്കണി. വി ചോസ് വാൻകൂവർ ഡൗൺ ടൗൺ. കാരണം പുതിയൊരു സ്ഥലത്തിനെ മനസ്സിലാക്കാൻ അവരുടെ ഡൗൺ ടൗണിൽ ഇരിക്കൽ തന്നെയാണ് നല്ലത് തോന്നി. അപ്പോൾ അങ്ങനെ ഇനി ഞങ്ങൾ കാനഡയിലാണ്. കൂടുതൽ കനേഡിയൻ വിശേഷങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് ലോട്ട്സ് ഓഫ് ലവ്.